Hi everyone, this is Yabin Say from Evika. നമ്മുടെ iOS 18.5ന്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം ഫീച്ചേഴ്സും ബഗ് ഫിക്സസും അതോടൊപ്പം സെക്യൂരിറ്റി പാച്ചും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ വീഡിയോ തുടങ്ങും തൊട്ട് മുമ്പ് എന്തായാലും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് റെഗുലറായിട്ട് വരുന്ന എല്ലാ ആപ്പിൾ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഒരു അപ്ഡേഷനിൽ തുടക്കം തന്നെ നമുക്ക് മോഡേൺ ഫേംവെയർ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു അപ്ഡേഷനിൽ മോഡേൺ ഫേംവെയർ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്റ്റീവായ എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ അത് റിസോൾവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഇന്ത്യൻ യൂസേഴ്സിന് 2 അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് സെല്ലുലാർ കണക്ഷനിൽ. കാരണം സെല്ലുലാർ കണക്ഷൻ അപ്ഡേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോൾ ഫീച്ചേഴ്സ്, ഡാറ്റ സ്പീഡ് എന്നീ പറഞ്ഞ കാര്യങ്ങളും ഇമ്പ്രൂവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എയർടെലിനും ജിയോനുമാണ് ഈ പറഞ്ഞ അപ്ഡേഷൻസ് വന്നിരിക്കുന്നത്. എയർടെൽ യൂസേഴ്സിന് 5G സ്റ്റാൻഡ് ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നേരെ സെറ്റിംഗ്സ് എടുക്കാം, സെല്ലുലർ ഓപ്ഷൻ എടുത്തിട്ട് ഈ പറയുന്ന സെല്ലുലർ ഡാറ്റ ഓപ്ഷൻസ് എടുക്കാം. വോയിസ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 5G സ്റ്റാൻഡ് ലോൺ എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എയർടെൽ യൂസേഴ്സിന് മാത്രമാണ്. ബാക്കി ഒരു സെല്ലുലാർ കണക്ഷനും ഈ പറഞ്ഞ 5G സ്റ്റാൻഡ് ലോൺ നമുക്ക് ലഭിച്ചിട്ടില്ല. 5G സ്റ്റാൻഡ് ലോൺ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ 5Gയുടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും, നമ്മുടെ ഡാറ്റ സ്പീഡ് കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നീ പറഞ്ഞ ഓപ്ഷനാണ് ഈ പറഞ്ഞ 5G സ്റ്റാൻഡ് ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ടേൺ ഓൺ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത്. അടുത്ത് വരുന്ന മാറ്റം ജിയോ യൂസേഴ്സിനാണ്. ജിയോ യൂസേഴ്സിന് ഇനി മുതൽ ഈ പറഞ്ഞ RCS അഥവാ റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ടേൺ ഓൺ ചെയ്യാനായിട്ട് സെറ്റിംഗ്സ് എടുക്കാം, നേരെ സ്ക്രോൾ ഡൗൺ ചെയ്ത് ആപ്ലിക്കേഷൻസിൽ പോകാം. ഇവിടെ മെസ്സേജിങ് എന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. മെസ്സേജിങ് ഓപ്ഷനിൽ ഇനി മുതൽ ആൻഡ്രോയിഡ് യൂസേഴ്സിനും റീഡ് റെസിപ്റ്റ് എന്ന ഓപ്ഷൻ ഐഫോൺ യൂസേഴ്സിനും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് RCS എന്ന് പറയുന്നത്. യൂഷ്വലി നമുക്ക് ഈ പറഞ്ഞ മെസ്സേജിൽ അല്ലെങ്കിൽ iMessageൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഒരാൾ ആ ഒരു മെസ്സേജ് കണ്ടാൽ റീഡ് എന്ന ചെറിയ ഓപ്ഷൻ നമുക്ക് കാണും. വാട്സപ്പിലൊക്കെ ബ്ലൂ ടിക്ക് വരുന്ന പോലെ ആ ഒരു ഓപ്ഷൻ ഐഫോൺ ടു ഐഫോൺ മാത്രമായിരുന്നു ഇത്ര നാൾ നമുക്കുണ്ടായത്. പക്ഷേ ഇനി മുതൽ ജിയോ യൂസേഴ്സിനാണ്. ഈ പറഞ്ഞ ആൻഡ്രോയിഡ് യൂസേഴ്സിനും സാധാ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും അവർ ആ ഒരു മെസ്സേജ് കണ്ടാൽ റീഡിൻ്റെ ആ ഒരു റെസിപ്റ്റ് ഇനി മുതൽ വരും. അതാണ് ഈ പറഞ്ഞ RCS എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ ഐഫോൺ യൂസേഴ്സിന് ഇനി മുതൽ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്ന മാറ്റം ചില സ്പെസിഫിക് ആയ കൺട്രീസിലും അതേപോലെ റീജിയൻസിലും മാത്രമാണ്. iPhone 14 മുതലായിരുന്നു എമർജൻസി വിയ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ AT&T എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് കമ്പനിയും അതോടൊപ്പം സ്റ്റാർലിങ്കും കൂടെ കൂടിച്ചേർന്ന് ഇനി മുതൽ iPhone 13 മുതൽ ഈ പറഞ്ഞ എമർജൻസി വിയ സാറ്റലൈറ്റ് ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഓപ്ഷൻ സെലക്റ്റഡ് കൺട്രീസിലും റീജിയനിലും മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അമേരിക്ക, കാനഡ എന്നീ പറഞ്ഞ റീജിയനിലെ കൂട്ടുകാർക്കായിരിക്കും ഈ പറഞ്ഞ ഓപ്ഷൻ കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. നമുക്കറിയാവുന്ന പോലെ കുറേയധികം ലൈഫ് ത്രെട്ടണിങ് മൊമെന്റ്സിൽ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എമർജൻസി റെസ്ക്യൂ കുറേയധികം കൂട്ടുകാർ യൂസ്ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അബ്രോഡുള്ള കൂട്ടുകാർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ ഒരു കാര്യം എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അടുത്ത് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സിൽ ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടിയിൽ വരുന്ന മാറ്റമാണ്. അതിന് നേരെ സെറ്റിംഗ്സ് എടുക്കാം, അവിടെ ജനറൽ ഓപ്ഷൻ പോയിക്കൊണ്ട് ഈ കാണുന്ന ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു പുതിയ യൂസർ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായ iOS 18.4.1ലും ഈ ഒരു അപ്ഡേഷനിൽ ഈ പറഞ്ഞ ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്ഷൻ കുറച്ചുകൂടെ റിഫൈൻ ചെയ്താണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ See More കൊടുത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ എല്ലാ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എല്ലാ ആക്സസറീസും ഇവിടെ കാണാം. ഈ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ അതോടൊപ്പം ഏതൊക്കെ ഓപ്ഷൻസിലാണ് നിങ്ങൾക്ക് കവറേജ് ഉള്ളത് അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ചേഞ്ചും ഈ പറഞ്ഞ ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടിയിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ ഒരു പുതിയ വാൾപേപ്പർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഐഫോൺ മാത്രമല്ല നമുക്ക് വാച്ചിനും അതോടൊപ്പം ഐപാഡിനും പുതിയ വാൾപേപ്പേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് പ്രൈഡ് ഹാർമണി. ഈ ഒരു അപ്ഡേഷനിൽ ആ ഒരു വാൾപേപ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നേരെ ലോക്ക് സ്ക്രീനിൽ പോവുക, ഹോൾഡ് ഡൗൺ ചെയ്യുക, ഒരു പുതിയ വാൾപേപ്പർ സെലക്ട് ചെയ്യാൻ പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുക, സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആ ഒരു പ്രൈഡ് ഓപ്ഷനിൽ പുതിയ ആ ഒരു ഹാർമണി വാൾപേപ്പർ ഉണ്ടാവും. സെലക്ട് ചെയ്യാം, അത് കസ്റ്റമൈസ് ചെയ്യാം. ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിൽ കുറച്ചും കൂടെ ആനിമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആഡ് കൊടുക്കാം, പെയർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിവൈസ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ഒരു പുതിയ ആനിമേഷൻ കാണാൻ പറ്റും. ആ ഒരു ബ്ലോക്സ് കുറച്ചും കൂടെ സോളിഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ കാണിക്കാം.
കണ്ടോ ആ ഒരു ബ്ലോക്സ് സോൾഡ് ആവുന്നത് കാണാൻ പറ്റും. ഈ ഒരു ആനിമേഷൻസ് കുറച്ചും കൂടി റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലാണ്. അതോടൊപ്പം ഈ ഒരു ആനിമേഷനും നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ആ ഒരു ഹോമിലേക്ക് പോകുമ്പോൾ ആ ഒരു പുതിയ ആനിമേഷൻസും ഇനി മുതൽ ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇത് വാച്ചിലും അതേപോലെ ഐപാഡിലും ഈ പറഞ്ഞ വാൾപേപ്പർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അടുത്ത വന്നിരുന്ന മാറ്റം സ്ക്രീൻ ടൈം അഥവാ പാരന്റൽ കൺട്രോൾ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കാണ്. ഈ പറഞ്ഞ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ പല ആപ്ലിക്കേഷൻസും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇപ്പോൾ വാട്സാപ്പ് ആണെങ്കിൽ ഇത്ര മണിക്കൂർ, അതോടൊപ്പം ഇപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നീ പറഞ്ഞ ഓരോ ആപ്ലിക്കേഷൻസും ഇത്ര മണിക്കൂർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യരുത്. അതോടൊപ്പം ബാക്കി കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മുടെ കുട്ടികളുടെ ഫോണിൽ പാരൻസ് സെറ്റ് ചെയ്യും. പക്ഷേ കുറച്ചധികം ട്രിക്ക് അറിയാവുന്ന പിള്ളേർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യും, അത് കഴിഞ്ഞിട്ട് റീഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പാരൻസ് സെറ്റ് ചെയ്ത ആ ഒരു ടൈം ലിമിറ്റ് കുട്ടികൾക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇനി മുതൽ ആ ഒരു ഓപ്ഷൻ മാറ്റാൻ പറ്റില്ല. കാരണം സെറ്റിങ്സ് എടുക്കാം. ഈ ഒരു സെറ്റിങ്സിൽ നേരെ നമുക്ക് ഈ പറയുന്ന സ്ക്രീൻ ടൈം എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സ്ക്രീൻ ടൈം എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. താഴത്തേക്ക് പോകുമ്പോൾ പാരന്റൽ കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പാസ്കോഡ് ചോദിക്കുകയും നമ്മുടെ ആ ഒരു പാസ്കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ ആപ്ലിക്കേഷൻ യാതൊന്നും മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ കുട്ടികൾക്ക് പറ്റില്ല. സോ എന്തായാലും അതൊരു നല്ല കാര്യമാണ്. കാരണം ബിക്കോസ് ഒരു പാരന്റ് അവരുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അതേപോലെ അവരെ മോണിറ്റർ ചെയ്യാനും ഒരു ഓപ്ഷൻ പാരൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഐഫോണിൽ കുറേയധികം ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് റിലീസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ബാക്ക് ടാപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് നേരെ സെറ്റിങ്സ് എടുക്കാം. ആക്സസിബിലിറ്റിയിൽ ടച്ച് എന്ന ഓപ്ഷൻ എടുക്കാം. താഴത്തേക്ക് പോയി കഴിയുമ്പോൾ ബാക്ക് ടാപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും, ഷോ ബാനർ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ ഞാനിപ്പോൾ ഓൺ ചെയ്യാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡബിൾ ടാപ്പ് എടുക്കാം. ഞാൻ ഹോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഞാൻ പോയപ്പോഴത്തേക്കും ഇവിടെ ഡബിൾ ടാപ്പ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞൊരു ബാനർ കാണാൻ പറ്റും. ആ ഒരു ബാനർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ആക്സിഡൻ്റലായിട്ടുള്ള ഡബിൾ ടാപ്പും ട്രിപ്പിൾ ടാപ്പും കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിടാം. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഈ ഒരു ഓപ്ഷൻ വലിയ താല്പര്യമില്ല. കാരണം ഞാൻ എപ്പോഴും ആ ഷോ ബാനർ എന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിടാറാണ്. ആൻഡ് ഈ പറഞ്ഞ ഐഫോണിൽ കുറേയധികം ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സും ഞാൻ റിലീസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതിൻ്റെ ഓരോ റീൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ പുതിയ ഐഫോണിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സും നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് ഒരു ആപ്ലിക്കേഷനാണ്. മെയിൽ എന്ന് പറഞ്ഞ നമ്മുടെ ആപ്ലിക്കേഷൻ, ആപ്പിളിൻ്റെ ഇൻബിൽഡ് ആപ്ലിക്കേഷനിൽ ഒരു ചെറിയ ചേഞ്ച് നമുക്ക് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ പറഞ്ഞ 3 ഡോട്ട്സ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്, ഷോ കോണ്ടാക്ട് ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാം ഒരു ഡോട്ടിലാണ് ഡിനോട്ട് ചെയ്യുന്നത്, വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ ഷോ കോണ്ടാക്ട് ഫോട്ടോസ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലിഫ് ഇവിടെ കാണും. ഇത് സെലക്റ്റഡ് ആയ കമ്പനീസ്, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിൾ, ആപ്പിൾ എന്നീ പറഞ്ഞ കമ്പനീസ് ആണെങ്കിൽ അവരുടെ ലോഗോ ആയിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. അതോടൊപ്പം ഇവിടെയും ചെറിയൊരു ഗ്ലിഫ്, ഒരു വ്യത്യാസം ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഞാനിപ്പോൾ ലൈറ്റ് മോഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഞാൻ നേരെ ഈ പറഞ്ഞ ലൈറ്റ് മോഡ് ഓൺ ചെയ്തു. ലൈറ്റ് മോഡ് ഓൺ ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഒരു ഗ്ലിഫ്, ഓൾ മെയിലിൻ്റെ ഗ്ലിഫ് ഇവിടെ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓൾ മെയിൽ ഡയറക്റ്റ് ആയിട്ട് പോകും. ഇതേപോലെ നിങ്ങൾക്കിപ്പോൾ പ്രൈമറി എടുത്തപ്പോൾ ഈ സൈഡിൽ ചെറിയൊരു ഗ്ലിഫ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം അവിടെ ക്ലിക്ക് ചെയ്താൽ എന്തെങ്കിലും ഓപ്ഷൻ വരുമെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ചെറിയ ഡിനോട്ടേഷനാണ് ആപ്പിൾ ഈ ഒരു മെയിൽ ആപ്ലിക്കേഷനിലും കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്നിരുന്ന ചേഞ്ച് നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ്. കൺട്രോൾ സെൻറ്റർ എടുക്കാം. ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നേരെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ആഡ് എ കൺട്രോൾ കൊടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം ആപ്ലിക്കേഷനിലും കുറച്ച് പുതിയ ആക്സസറീസ് അല്ലെങ്കിൽ കൺട്രോൾസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഹോം എന്ന ഓപ്ഷനിൽ മൾട്ടിപ്പിൾ ഗാഡ്ജറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതേപോലെ സീൻ ഓർ ആക്സസറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, പിന്നെ നമ്മുടെ ഹോം ആപ്പിൻ്റെ ഒരു ഓപ്ഷൻ. ഈ പറയുന്ന ഡിവൈസിലായിരുന്നു ഈ പറഞ്ഞ ഓപ്ഷൻ 4 സീനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഹോം പോഡ് മാത്രമാണ് കാണിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ ഈ പറഞ്ഞ മറ്റൊരു ആക്സസറീസ്, ആപ്പിളിൻ്റെ ഒരു ആക്സസറീസ് നമുക്കില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആപ്പിൾ എക്കോസിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സ്മാർട്ട് ആക്സസറീസ് ഉണ്ടെങ്കിൽ ആ ഒരു ആക്സസറി ആയിരിക്കും ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ലൈറ്റ്, TV, ഫാൻ എന്നീ പറഞ്ഞ ഓപ്ഷൻസ് കൺട്രോൾ സെൻറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് കുറച്ചും കൂടെ എന്തായാലും നല്ല രീതിക്ക് ഈ പറഞ്ഞ വരുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ യൂസ്ഫുൾ ആവും. ഇനി അടുത്തതായിട്ട് ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ് ഫിക്സും അതേപോലെ
ഒഫീഷ്യൽ അപ്ഡേഷനിലേക്ക് വന്നപ്പോൾ ആപ്പിൾ റിമൂവ് ചെയ്ത കുറച്ചധികം മാറ്റങ്ങളുമാണ്. ഒന്നാമത്, ഈ പറഞ്ഞ ഡിവൈസിൽ ഇപ്പോഴും നമുക്ക് ഒരു റിയൽ ടൈം ഡാറ്റ കണക്ഷൻ കാണിക്കുന്നില്ല. ഈ ഒരു കാര്യം ഞാൻ കുറച്ച് മനസ്സിലാക്കാണ്ട്, നമ്മുടെ ഡാറ്റ കണക്ഷൻ ഇവിടെ ഇപ്പം 3 സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ 3 ബാർ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ആ സെയിം തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു പ്ലാറ്ററിലും കണക്ഷൻ്റെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, സെല്ലുലാർ ഡാറ്റയിൽ ഈ പറഞ്ഞ 3 ബാർ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ്റെ റിയൽ ടൈം ചേഞ്ച് സെല്ലുലാർ ഡാറ്റയുടെ ഈ ഒരു സ്പെസിഫിക് ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ കാണിക്കുന്നില്ല. റിയൽ ടൈം ചേഞ്ച് ഇവിടെയും ഈ ഒരു പ്ലാറ്ററിലും മാത്രമുള്ളൂ, ഡെഡിക്കേറ്റഡ് ആയ ഈ ഒരു ഓപ്ഷനിൽ ആപ്പിൾ കാണിക്കുന്നില്ല. അതോടൊപ്പം വന്ന അടുത്തൊരു ചേഞ്ചാണ് നമ്മുടെ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ റീസെൻ്റ്ലി ഡിലീറ്റഡ് ഓപ്ഷനിലും ആ ഒരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. നേരെ താഴത്തേക്ക് പോയി റീസെൻ്റ്ലി ഡിലീറ്റ് എടുക്കാം. റീസെൻ്റ്ലി ഡിലീറ്റിൽ iOS 18.5 ബേറ്റയിൽ ഇവിടെ ഒരു പുതിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഒഫീഷ്യൽ അപ്ഡേഷൻ വന്നപ്പോഴത്തേക്കും ആ ഒരു ചേഞ്ച് ആപ്പിൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മേ ബി ഈ പറഞ്ഞ ഓരോ ചേഞ്ചും iOS 19 ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് iOS 18.2 മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ബാറ്ററി ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ ഇപ്പോഴും നമ്മുടെ iOS 18 വന്നിട്ടില്ല. iOS 18.2 കോഡിങ്ങിൽ നമുക്ക് മനസ്സിലാകാണ് ബാറ്ററി ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് എന്ന്. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ മിക്കവാറും iOS 19 തന്നെ ആയിരിക്കും ആപ്പിൾ ആ ഒരു ഓപ്ഷൻ പുഷ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ഒരു ബഗ് ഫിക്സ് ആയിട്ട് ഞാൻ കരുതുന്നത്, കഴിഞ്ഞ എല്ലാ അപ്ഡേറ്റിന് ശേഷവും എനിക്ക് കുറേയധികം കൂട്ടുകാർ മെസ്സേജ് ഒരു കാര്യമാണ്, ഫോഴ്സ്ഫുള്ളി ഡിവൈസ് റീസ്റ്റാർട്ട് ആവുന്ന ഒരു പ്രശ്നം. ആപ്ലിക്കേഷൻസ് ഏത് യൂസ് ചെയ്താലും ചില സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് റീസ്റ്റാർട്ട് ആവും. അതിനുശേഷം ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആ ഒരു ബഗ് iOS 18.5 റിസോൾവ് ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷൻ്റെ കംപ്ലീറ്റ് ഫീഡ്ബാക്ക് അറിയെങ്കിൽ ഒരു 4 to 5 ഡേയ്സ് എന്തായാലും തറവായിട്ട് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ഡിവൈസിൽ iOS 18.5 പെർഫോമൻസും ബാക്കി കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ആസ് ഓഫ് നൗ എനിക്ക് ഇത്ര നേരം യൂസ് ചെയ്തിട്ട് പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എയർ ഡ്രോപ്പ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൈക്രോ സ്റ്റട്ടേഴ്സോ അതേപോലെ ക്ലട്ടറിങ്ങോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഇത്രയും നേരം ആപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്യുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നില്ല. ബാക്കിലും സൈഡിലൊന്നും എനിക്ക് വലുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഡിപ്പെൻഡിങ് ഓൺ യൂസേജ് ആണ്. എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും 100%. ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 216 ആണ്. ഈ ഒരു ഡിവൈസിൽ ഞാൻ എൻ്റെ ബാറ്ററി ചാർജിങ് പാറ്റേൺ വെച്ചിരിക്കുന്നത് 90 ആണ്. നിങ്ങളുടെ ഈ ഒരു ചാർജിങ് പാറ്റേൺ 90 അല്ലെങ്കിൽ എന്തായാലും ചാർജിങ് പാറ്റേൺ 90 ആക്കുക. കാരണം ബാറ്ററി സൈക്കിൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു അപ്ഡേഷൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എല്ലാം ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് കുറേയധികം കൂട്ടുകാർക്കുണ്ടാകുന്ന ഡൗട്ടാണ്, ഈ ഒരു അപ്ഡേഷൻ ചെയ്യണോ, ഡിസ്പ്ലേ അടിച്ചു പോകുമോ, അങ്ങനെയുള്ള കുറേ ഡൗട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്ഡേഷന് മുമ്പ് നമ്മുടെ ഡിവൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുത്ത് നോക്കുക, സൈഡും ബാക്കും അതേപോലെ ക്യാമറ മുജിയോടും എല്ലാം. കാരണം ഡിസ്പ്ലേ ഒക്കെ എന്തായാലും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഡിവൈസിൽ ഫ്ലിക്കറിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ കാണിക്കാൻ പറ്റും. ആ സമയത്ത് അവർ പറയുന്ന ചിലപ്പോൾ ന്യായങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും, അവിടെ മുട്ടി ഇവിടെ മുട്ടി അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ പോയതെന്ന്. പക്ഷേ അപ്ഡേറ്റിന് മുമ്പും ശേഷവുമുള്ള വീഡിയോ നമുക്കൊരു പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്ഡേഷൻ ഓവർ ദ എയർ അഥവാ നിങ്ങളുടെ ഫോണിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പോ മാക്കോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന iTunes വഴി അപ്ഡേറ്റ് ചെയ്യാം. iTunes വഴി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു 6 GB 7 GB വരെ എക്സ്പെക്റ്റഡ് ആണ്. ആ IPSW ഫയലിൻ്റെ സൈസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്തായാലും സേഫർ സൈഡായിട്ട് ചെയ്യണമെന്നാണെങ്കിൽ ആപ്പിളിൻ്റെ ഓതറൈസ് ആയ സർവീസ് സെൻറ്ററിൽ ചെല്ലുക. മേ ബി അവരോട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ കോൺഫിഗറേഷൻ വഴി അവർ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് തരും. പക്ഷേ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുക്കും ഈ പറഞ്ഞ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. സോ ഈ ഒരു iOS 18.5 വീഡിയോയിൽ കുറേ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ടും അതേപോലെ നിങ്ങൾക്ക് സ്പോട്ടിലും അറിയാനായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് യെബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.